ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു മുരിങ്ങയ്ക്ക തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നോക്കണം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഒരു ചട്ടി വയ്ക്കുക. മുരിങ്ങയ്ക്ക പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ്, സവാളയും നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട്, സവാളയെന്ന് പറഞ്ഞാൽ വലിയുള്ളൂ, നൈസായിട്ട് അരിഞ്ഞ് കുറച്ച് വെള്ളവും ഉപ്പും ഒക്കെ ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വയ്ക്കുക, അടച്ച് വയ്ക്കുക. ഞാൻ പൊതുവെ എല്ലാം മൺചട്ടിയിലാണ് ഉണ്ടാക്കാറ്. അപ്പോഴപ്പോഴും പാത്രം തുറന്ന് നോക്കുക ഗൈസ്, കറക്റ്റായിട്ട് വേവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ചുറ്റിച്ച് വെച്ചാലും ഓക്കെയാണ്. ഇതാണ് എൻ്റെ കുഞ്ഞ്, അവൻ നല്ല രീതിയിൽ പണിയെടുക്കണുണ്ട്. ചുട്ടു ഒരു ഹായ് വിളി, ചുട്ടു ഹായ് പറഞ്ഞേ. ചെറിയ രീതിക്ക് വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, അപ്പം വെന്ത് തുടങ്ങിയിട്ടുണ്ട് മുരിങ്ങയ്ക്ക. വെള്ളം വറ്റുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 പച്ചമുളക്, ഒരു ചെറിയ അല്ല് വെളുത്തുള്ളി, പിന്നെ തേങ്ങ, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും നമുക്ക് വേണം. പച്ചമുളകും വെളുത്തുള്ളിയും നമുക്ക് ചതച്ച് ചേർക്കണം, നന്നായിട്ട് ചതച്ച് ചേർക്കണം, അല്ലെങ്കിൽ അത് മുഴുവനോടെ കിടക്കും. അതിൻ്റെ സത്തൊന്നും അരപ്പിൽ പിടിക്കില്ല. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തേങ്ങ തിരുമ്മിയെടുക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് തേങ്ങ തിരുമ്മിയെടുക്കണം. അതിനുശേഷം വെള്ളം വറ്റിയ മുരിങ്ങയ്ക്ക കോലിലും ഉള്ളിയും കൂടെ ചേർന്ന് വെള്ളം വറ്റിയതിൽ നമ്മൾ ഒരു നടുവിലൊരു കുഴി കുത്തി അരപ്പിട്ട് കൊടുക്കണം. കാരണം അത് അരപ്പൊന്ന് ജസ്റ്റ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതിനെ മൂടി വയ്ക്കണം. ആവി കയറി ആ അരപ്പൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കണം കുറച്ച് സമയം, അല്ലെങ്കിൽ അത് അടി പിടിച്ചു പോകും. കുറച്ച് സമയം മാത്രം മൂടി വയ്ക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എന്ന് പറഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനെ ഉടഞ്ഞു പോകാൻ നിൽക്കരുത്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാത്തിലും കൂടെ ഒന്ന് യോജിപ്പിക്കുക. മഞ്ഞൾപ്പൊടി കുറഞ്ഞു പോയി എന്ന് തോന്നുവാണെങ്കിൽ ലാസ്റ്റ് ഘട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കണം.
അതിനുശേഷം താളിക്കൽ എന്ന കർമ്മത്തിലേക്ക് കടക്കാം. ഒരു പാൻ വയ്ക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക, കുറച്ച് കടു പൊട്ടിക്കുക, കുറച്ച് കറിവേപ്പില ഇടുക. എല്ലാം കൂടി എടുത്ത് ഈ മുരിങ്ങക്ക കോലിൻ്റെ പുറത്ത് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ മുരിങ്ങയ്ക്ക ഉപ്പേരി അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക തോരൻ റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഒപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ടാറ്റാ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.